നമസ്കാരം. CTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ട് കർമ്മം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങ് KPCC സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘം പൊതുയോഗം സംഘം പ്രസിഡന്റ് SAA ആസാദിന്റെ അധ്യക്ഷതയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി ഷൈജു കുര്യൻ നിർധന ദമ്പതികൾക്ക് വീട് പുനർനിർമ്മിച്ചു നൽകി വാക്കുപാലിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ട് കർമ്മം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഔപചാരികമായിട്ടുള്ള ഭരണസമിതികൾ കൂടി നിലവിൽ വരികയാണ്. ജനുവരി 14 മുതൽ 18 വരെയാണ് ഇത്തവണ 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ വേദിയായി സാംസ്കാരിക തലസ്ഥാനം ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. ആ സ്കൂൾ യുവജനോത്സവത്തിലെ ലക്ഷക്കണക്കായ കുട്ടികളും രക്ഷകർത്താക്കളും കലാസ്നേഹികളും ഒക്കെ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ മാമാങ്കത്തിന് വേദിയാകേണ്ട മുഖ്യപന്തലിൻ്റെ കാൽനാട്ടാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരത്തിൻ്റെ വിവിധ മേഖലകളിലായി 19-ലേറെ വേദികൾ ഇനിയുള്ള ദിവസങ്ങളിൽ രൂപപ്പെടും. മുഖ്യവേദി ഇവിടെയാണെങ്കിൽ ചരിത്രമുറങ്ങുന്ന സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള തേക്കിങ്കാട് മൈതാനിയുടെ ബാനർജി ക്ലബിന് മുൻവശവും CMS സ്കൂളിന് മുൻവശവുമായി 2 വേദികൾ കൂടി തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നമുക്ക് രൂപപ്പെടും. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ നിവാസികളും ജനപ്രതിനിധികളും ഇത് നെഞ്ചോട് ഏറ്റെടുക്കുമെന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല, ഇതിൻ്റെ സംഘാടക സമിതി യോഗത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കഴിഞ്ഞ 4 വർഷക്കാലം കാണാത്ത നിലയിലുള്ള വരവേൽപ്പാണ് സംഘാടക സമിതി യോഗത്തിൽ തന്നെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ വളരെ ഹൃദയത്തിൽ തൊട്ട് തന്നെ ഇവിടെ പറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, സംഘാടക സമിതി യോഗം ഇങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ഉത്സവം ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ 63ാമത് മത്സരമൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം തള്ളിക്കളയുന്ന ലക്ഷണമാണ് പൊതുവിൽ കണ്ടത്. എന്തായാലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജനുവരി മാസം 14 മുതൽ 18 വരെയാണ് നടക്കുന്നത്. 249 മത്സര ഇനങ്ങളാണ് ഉള്ളത്, ബാൻഡ് മേളം അടക്കം. 14,000-ഓളം വരുന്ന വിദ്യാർത്ഥിനികളാണ് പങ്കെടുക്കുന്നത്. 25 വേദികളിലായിട്ടാണ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ തൃശ്ശൂർ മേള പൂർണ്ണമായി പരാതിരഹിത മേളയാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. കേദാര ഭൂമി എന്ന് വിളിക്കാവുന്ന സാംസ്കാരിക തലസ്ഥാന നഗരി ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് വേദിയാകുന്ന ഈ സന്ദർഭത്തിൽ നിറഞ്ഞ ശുഭപ്രതീക്ഷകളുമായാണ് സംഘാടനത്തിന്റെ ചുമതലകൾ നാം ഏറ്റെടുക്കുന്നത്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ പിണറായി സർക്കാരിന്റെ കപട ജനസ്നേഹം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ ഭക്തരെ വെല്ലുവിളിച്ച് ബിന്ദു അമ്മിണിയെ പോലുള്ളവരെ മലകയറ്റി പിണറായി വിജയൻ മതവികാരം വ്രണപ്പെടുത്തി. നാഴികയ്ക്ക് 40 വട്ടം സാധാരണക്കാർക്കൊപ്പമാണെന്ന് പറയുമെങ്കിലും കുടുംബസമേതം സുഖലോലുപതയിലും ബിനാമി ഇടപാടിലുമായിരുന്നു ഭരണം. ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തവരെ വെട്ടിനിരത്തും. കോടിക്കണക്കിന് തുക ചിലവഴിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തിയ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അഴിമതിയിൽ മന്ത്രി രാജനും ഉത്തരവാദിയാണ്. ഇതിനുള്ള മറുപടി ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF വിജയം തുടരും. ഒല്ലൂർ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൺ വർഗീസ് അധ്യക്ഷനായി. ഡേവിസ് ചക്കാലക്കൽ, ജേജു സെബാസ്റ്റ്യൻ, EA ഓമന, കരോളിൻ ജോഷുവ, സിനോയ് സുബ്രഹ്മണ്യൻ, ജോണി ചിറയത്ത്, TK ശ്രീനിവാസൻ എന്നീ നേതാക്കൾ പങ്കെടുത്തു. തുടക്കം മാത്രമാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ കുറച്ചു കാലമായി
ഇടതുപക്ഷത്തിന്റെ കുത്തകയെന്ന് പറഞ്ഞ് ചില കുട്ടിസഖാക്കളും അതുപോലെ തന്നെ കുറച്ച് ഡിവൈഎഫ്ഐക്കാരൊക്കെ നടത്തിയ കുപ്രചരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അമ്പലക്കൊള്ളയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കൊട്ടിഘോഷിൽ നടത്തിയ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ആഘോഷവും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ്. കാരണം ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് പുത്തൂരിലെ മൃഗശാലയുടെ ഉദ്ഘാടനം നമ്മൾ കണ്ടതാണ്. അവിടെ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പല തെളിവുകളും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. പട്ടികളുടെ ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ സ്വൈരജീവിതം നയിക്കാനായി സാധിക്കാത്ത രീതിയിലുള്ള മൃഗങ്ങൾക്ക് പോലും അവിടെ സ്വൈരജീവിതം നടക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അവിടെ ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ചടങ്ങിൽ സംബന്ധിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാനായ ശ്രീ ജയ്ജു സെബാസ്റ്റ്യൻ, ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിക്കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 25 വർഷങ്ങൾക്കു ശേഷം രാജൻ പല്ലൻ കോർപ്പറേഷനിൽ നിന്ന് പടിയിറങ്ങുന്നു. 25 വർഷം തുടർച്ചയായി കോർപ്പറേഷൻ കൌൺസിലറായിരുന്ന മുൻ മേയറും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ രാജൻ ജെ പല്ലൻ കോർപ്പറേഷൻ രൂപീകരിച്ച 2000 മുതൽ 2025 വരെ ഏക കോൺഗ്രസ് കൌൺസിലറാണ്. ഗാന്ധിനഗർ ഡിവിഷനിൽ നിന്ന് 3 തവണയും ചെമ്പൂക്കാവ് പള്ളിക്കുളം ഡിവിഷനിൽ നിന്ന് ഓരോ തവണയും പ്രതിനിധിയായി ആയിരക്കണക്കിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2014-15 മേയറായിരുന്നു. കിഴക്കേക്കോട്ട, പൂങ്കുന്നം, പടിഞ്ഞാറേക്കോട്ട, നടുവിലാൽ, കുറുക്കഞ്ചേരി ജംഗ്ഷനുകളുടെ വികസനം നടത്തി. MG റോഡ് വീതി കൂട്ടാൻ തുടക്കം കുറിച്ചു. ദിവാൻജി മൂല റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കി. പട്ടാളം റോഡ് കുപ്പിക്കഴുത്ത് മാറ്റി വീതി കൂട്ടി. ശക്തൻ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ മാർക്കറ്റുകളും ശക്തൻ ബസ് സ്റ്റാൻഡും ജനകീയ പങ്കാളിത്തത്തോടെ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്തു. 1 വർഷവും 9 മാസമേ മേയറായിരുന്നുവെങ്കിലും വലിയ വികസനം നടത്താൻ കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്ന 2020 മുതൽ 25 വരെ LDF ഭരണസമിതിക്കെതിരെ നിരന്തരം സമരപരിപാടികൾ നടത്തി. ഇതിന്റെ വിജയമായിരുന്നു UDFന്റെ വിജയമെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. തൃശൂർ റൂറൽ പോലീസിന് കരുത്തേകാൻ പുത്തൻ പട്രോളിംഗ് വാഹനങ്ങൾ 6 മഹീന്ദ്ര ബൊലറോ നിയോ വാഹനങ്ങൾ ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2025-26 വർഷത്തെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി തൃശൂർ റൂറൽ പോലീസിന് 6 പുതിയ മഹീന്ദ്ര ബൊലറോ നിയോ BSV1 വാഹനങ്ങൾ അനുവദിച്ചു. കൺട്രോൾ റൂം വെഹിക്കിൾ CRV പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ ഈ വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനമായ ഇരിങ്ങാലക്കുടയിലെത്തിച്ചു. ഈ വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂമിന് കൈമാറി. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ജയശ്രീ ഹാളിൽ സംഘം പ്രസിഡന്റും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ SAA ആസാദ് അധ്യക്ഷനായി. ഡയറക്ടർമാരായ PP യേശുദാസ്, ഡേവിഡ് സ്റ്റീഫൻ മാസ്റ്റർ, TK ഉണ്ണികൃഷ്ണൻ, ഷഹന സിദ്ധി, PN വിജയകുമാർ, നൌഫൽ അലി, റോസി പോൾ, PK മോഹനൻ, TJ കുരുവിള, TK ജോസഫ്, CC വിൻസെന്റ്, PP ഔസേബ്, PN ഭാർഗവി, സംഘം സെക്രട്ടറി KP സുനിത എന്നിവർ പ്രസംഗിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത SAA ആസാദ്, PN വിജയകുമാർ, സണ്ണി പുത്തൂക്കര എന്നിവരെ ആദരിച്ചു. ഗോൾഡിന്റെ ഒരു ഗോൾഡ് ലോണാണ്, സ്വർണ്ണ വായ്പ പദ്ധതിയാണ് പുതിയതായിട്ട് നമുക്ക് ആരംഭിക്കാനുള്ള എല്ലാ അനുമതികളും ലഭിച്ചു കഴിഞ്ഞു. ആ അനുമതി കഴിഞ്ഞ ഈ പൊതുയോഗം കഴിഞ്ഞതോടുകൂടി അടുത്ത 20 വർഷത്തിൽ തന്നെ ഒരു ഗോൾഡ് ലോൺ വായ്പാ പദ്ധതി ആരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾക്ക്. എൻ്റെ അനുവാദം വാങ്ങിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം. കരുവന്നൂര് സഹകരണ സ്ഥാപന സംഘത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരുപാട് നിയമ പ്രയാസങ്ങളിലൂടെയാണ് എല്ലാ സഹകരണ. ഹാരിഷ് തച്ചോടിയുടെ മഴ നനഞ്ഞ മൺപാതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ 23-ന് സാഹിത്യ അക്കാദമി ഹാളിൽ പ്രൊഫസർ MK വസന്തൻ ഉദ്ഘാടനം ചെയ്യും. V മാധവിക്കുട്ടി പുസ്തകം ഏറ്റുവാങ്ങും. ഡോക്ടർ ആനന്ദൻ പുസ്തക പരിചയം നടത്തും. KCP ജില്ലാ സെക്രട്ടറി ഹരിദാസ്, പ്രസിഡന്റ് സോമൻ അധീന എന്നിവർ സംസാരിക്കും. K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാകും. അനിത വർമ്മ സ്വാഗതവും കഥാകൃത്ത് ഹാരിഷ് തച്ചോടി മറുപടി പ്രസംഗവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ K ഉണ്ണികൃഷ്ണൻ, അനിത വർമ്മ, മാധവിക്കുട്ടി എന്നിവരും
ഹാരിഷ് തച്ചോടിയും പങ്കെടുത്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാറ്റാംപുറം സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക പള്ളി പുനർനിർമ്മിച്ച് ദേവാലയ കൂദാശ യൂഹന്നാൻ മാർ തെയോഡേഷ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. വികാരി ഫാദർ കുര്യാക്കോസ് കുടിലി, ട്രസ്റ്റി ജൂബിൻ പതിയാരത്തിൽ, സെക്രട്ടറി ബൈജു തടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. എന്തെന്നാൽ വിലക്കപ്പെട്ട മരത്തിന്റെ കനി ഭക്ഷിച്ചതുമൂലം നിയമലംഘനത്തിലകപ്പെട്ട ആദ്യ മനുഷ്യന്റെ പാപമാകുന്നതിന്റെ അങ്ങേ കുരിശുഭരണത്താൽ അങ്ങ് നീക്കിക്കളഞ്ഞു. നീ പരിശുദ്ധരാകുന്നു. തിരുവല്ല അതിഭദ്രാസനത്തിന് കീഴിൽ 1989 ബഹുമാനപ്പെട്ട പത്തിപ്പറമ്പിൽ കോറോബിസ്കോപ്പച്ചൻ സ്ഥാപിച്ച ദേവാലയമാണ് മാറ്റാംപുറം സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ദേവാലയം. 36 വർഷങ്ങൾക്ക് ശേഷം ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ഇന്ന് അത് മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ യൂഹാനോൻ മാർ തെയോഡേഷ്യസ് പിതാവിന്റെ തൃക്കൈയാൽ കുദാശ ചെയ്യപ്പെടുകയാണ്. ഈ കുദാശ കർമ്മത്തിലേക്ക് അഭിമന്യ പിതാവിനെയും കോറോബിസ്കോപ്പച്ചന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരന്മാരെയും കുഞ്ഞുമക്കളെയും അയൽക്കാരെയും എല്ലാവരെയും ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്.
ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിലും വീട് പുനർനിർമ്മിച്ചു നൽകി വാക്കുപാലിച്ച് ഷൈജു കുര്യൻ. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും നൽകിയ വാക്ക് അദ്ദേഹം പാലിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പീച്ചി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാക്ക് പാലിച്ച് വീടിന്റെ മേൽക്കൂര പൊളിച്ചു പുനർനിർമ്മിച്ചു നൽകി. പീച്ചി മൈലാട്ടുംപാറയിൽ പ്രായാധിക്യത്താൽ കഴിയുന്ന പുന്നവേലിൽ ഉമ്മച്ചൻ മറിയാമ്മ ദമ്പതികൾക്കാണ് പുനർനിർമ്മാണം നിർമ്മിച്ചു നൽകിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകുന്ന വാഗ്ദാനങ്ങൾ പരമാവധി പാലിക്കുക എന്നതാണ് പൊതുപ്രവർത്തകന്റെ യഥാർത്ഥ ദൌത്യമെന്നും നാളിതുവരെ തുടർന്നു വന്ന കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയായി തുടരുമെന്നും കഴിഞ്ഞ തവണ വിലങ്ങന്നൂർ വാർഡ് മെമ്പറായിരുന്നപ്പോൾ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഷൈജു കുര്യൻ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു KV, ഷിബു പോൾ, ഷീജ ജോർജ്, കുര്യാക്കോസ് ഫിലിപ്പ്, സജി ആൻഡ്രൂസ്, ജിനീഷ് മാത്യു, അനിൽ ജോർജ്, ദീപക് വെള്ളക്കാരി, സണ്ണി PS, കൃപ കോട്ടുവാല, മനു പറക്കനിരപ്പേൽ, ദേവസി ചക്കാലക്കൽ, ബേബി മഠത്തുംപാറ, മനോജ് മഞ്ഞയിൽ, ബിജു കരിങ്കുളം എന്നിവർ പങ്കാളികളായി. അവൻ നമുക്ക് ഒരുപടി സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് തോറ്റുപോയെങ്കിലും അവൻ അവൻ്റെ വാക്ക് പാലിച്ചു. ആ വാക്ക് പാലിച്ചതിന് വേണ്ടി എൻ്റെ ഭവനം പൊളിച്ചു മേയാനായിട്ട് ഇപ്പോൾ അത് അതിനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ആൾക്കാരെ ഒക്കെ കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും നന്ദി സ്തുതിയും പിന്നെ ദൈവത്തോടുള്ള കൽപ്പന നമ്മൾ പാലിച്ചു. പിന്നെ രണ്ടാമത് അവനെ മറക്കാൻ പറ്റില്ല. ഉമ്മച്ചൻ ചേട്ടൻ്റെ വീടാണ് പൊളിച്ചു മേയുന്നത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പീച്ചി ഡിവിഷനിലേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായി ഞാനിവിടെ വോട്ട് അഭ്യർത്ഥിച്ച് വന്നപ്പോഴാണ് ഈ വീടിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കിയത്. അപ്പോൾ ഉമ്മച്ചൻ ചേട്ടനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും നമ്മൾ ഉറപ്പ് കൊടുത്തു, നമ്മുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ജയിച്ച് വന്നിട്ട് ഈ വീട് പൊളിച്ചു മേഞ്ഞ് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് പാഴ്വാക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് പൊളിച്ചു മേഞ്ഞ് കൊടുക്കുകയാണ്. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരുമുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ജയവും പരാജയവുമല്ല വലുത്, പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നതാണ് ഞാനിപ്പോൾ ചെയ്തത്. സൽജുവിനും ഈ പെര പൊളിച്ച് മേയാൻ വന്നവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കാണാതായ യുവാവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ചേരി ശ്രീലകത്ത് വിനോദ് വർമ്മയുടെ മകൻ വിഷ്ണു വർമ്മയെയാണ് അവണൂരിലെ പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. 21 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ ഇദ്ദേഹത്തെ കാണാതായി. അന്വേഷണം ആരംഭിച്ചെങ്കിലും കണ്ടെത്തിയില്ല. വെള്ളിയാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിരക്ഷാ സേനയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഡിസംബർ 23 5 മണിക്ക് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ സ്വന്തം പാട്ടുവേദി പാട്ടുകൾ പാടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MD സോമശേഖരൻ, CJ ജോൺ, ഗിരിജ ഗോപാലകൃഷ്ണൻ, ജിമ്മി മാസ്റ്റർ, സുകുമാരൻ ചിത്രസൗധം എന്നിവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ R ഗോപിനാഥൻ, അനിത, ജെയിംസ്, സന്തോഷ് സാഗർ എന്നിവർ പങ്കെടുത്തു. കായിക താരത്തെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എങ്കക്കാട് ഫോറസ്റ്റ് ഓഫീസിനു സമീപം താമസിക്കുന്ന ആനന്ദ് സുജ ദമ്പതികളുടെ മകൻ അഭിരാമിനെയാണ് ഇന്നലെ ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 വയസ്സായിരുന്നു. എങ്കക്കാട് SPC ക്ലബിന്റെ ഫുട്ബോൾ താരമാണ്. അപ്രതീക്ഷിത വേർപാടിൽ സുഹൃത്തുക്കളും നാടും ദുഃഖത്തിലാണ്. പവിത്രയാണ് സഹോദരി.
പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. തെക്കുംപാടം കോരംകുളം മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ഡിസംബർ 30 ആഘോഷിക്കുന്നു. വിശേഷാൽ പൂജകൾ, നിറമാല, ശ്രീകോവിലിനുള്ളിൽ സമ്പൂർണ്ണ നെയ്വിളക്ക്, ചുറ്റുവിളക്ക്, വൈകിട്ട് സമ്പൂർണ്ണ നാരായണീയ പാരായണം, നാമജപ പ്രദക്ഷിണം, ഗോതമ്പ് കഞ്ഞി, തോരൻ പുഴുക്ക്, കാളൻ, അച്ചാർ തുടങ്ങിയ വിഭവങ്ങളോടുകൂടി ഏകാദശി ഊട്ടും ഉണ്ടായിരിക്കും. സമ്പൂർണ്ണ നെയ്വിളക്ക് തെളിയിക്കാൻ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നെയ്യ് സമർപ്പിക്കാം. ക്ഷേത്ര ദർശനത്തിനും ഏകാദശി ഊട്ടിലേക്കും ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക് വീണ്ടും. യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 2 വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി മണി നായർ എന്ന ശ്രീജിത്ത് റിമാൻഡിൽ. പ്രതിയുടെ വീട്ടിൽ മറന്നുവെച്ച ഹെൽമറ്റ് എടുക്കാൻ പ്രതിയുടെ വീട്ടിലേക്ക് ചെന്ന എടമുട്ടം സ്വദേശി അഫ്സറിനെ അരിവാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. കുടുംബ വഴക്കിനെ തുടർന്ന് മരക്കൊടിയിൽ യുവതിയെ ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചു. പ്രതി അറസ്റ്റിലായി. കളരിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ പ്രകാശിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മനക്കുടിയിലുള്ള വാടക വീട്ടിൽ വെച്ച് ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. കുടുംബ വഴക്കാണ് കാരണം. തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വളവനങ്ങാടിയിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. കയ്പമംഗലം വില്ലേജിൽ പുതിയ വീട്ടിൽ അബ്ദുൾ സലാമിനെയാണ് പിടികിട്ടാപ്പുള്ളി വാറണ്ട് പ്രകാരം വളവനങ്ങാടിയിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ബസ് സമയത്തെ ചൊല്ലിയുള്ള തർക്കം, ബസ് ഉടമയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ. വെട്ടിക്കഴിച്ചാലിൽ വീട്ടിൽ കുഞ്ഞുമോൻ, മരോട്ടിച്ചാൽ സ്വദേശി പ്രകാശൻ, കല്ലിങ്ങൽ വീട്ടിൽ അനൂപ് എന്നിവരെയാണ് 1ാം ഡിവിഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കുറ്റക്കാരെന്ന് കണ്ട് വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം തടവു ശിക്ഷ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. പിഴ അടയ്ക്കുന്നത് മരിച്ച റിജുവിന്റെ അവകാശികൾക്കും ബിജുവിനും വിധി പ്രകാരം ലഭിക്കുന്നതായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ട് കർമ്മം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങ് KPCC സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘം പൊതുയോഗം സംഘം പ്രസിഡന്റ് SAA ആസാദിന്റെ അധ്യക്ഷതയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി ഷൈജു കുര്യൻ നിർധന ദമ്പതികൾക്ക് വീട് പുനർനിർമ്മിച്ചു നൽകി വാക്കുപാലിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.